ഇന്നലെ പ്രമാദമായൊരു കേസിൻ്റെ വിധി വന്നപ്പോൾ ഒരു തമാശ സോഷ്യൽ മീഡിയ കറങ്ങടപ്പുണ്ട്. ഒരു ഗുണ്ട ഉണ്ടായിരുന്നു, കൊട്ടേഷനാണ് ഉപജീവന മാർഗം. ഒരു ദിവസം അയാൾ ചോറുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു തോന്നൽ, ഒരു ക്രൈം ചെയ്യണം. സാധാരണ ആരെങ്കിലും പൈസ കൊടുത്തലാണ് ചെയ്യുന്നത്, പക്ഷേ ഇന്നെന്തോ ആരും പറയാതെ തന്നെ ചെയ്യണമെന്ന് തോന്നി. അയാൾ പുറത്തോട്ട് ഇറങ്ങി കണ്ടൊരു പെണ്ണിനെ ഉപദ്രവിച്ചു. അത് കേസായി, വിധി വന്നു. ഇപ്പോൾ അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നാലും ഞാനിങ്ങനെ ചോറുകൊണ്ടിരിക്കുമ്പോൾ ആരും ഒന്നും പറയാതെ തന്നെ എനിക്കെങ്ങനെ ഒരു ക്രൈം ചെയ്യാൻ തോന്നിയേ, അതിശയമായിരിക്കുന്നു. വെറുതെ വിട്ട പ്രതിയെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. ടിനി ടോമിൻ്റെ ഒരു പോസ്റ്റ്, കൃഷ്ണ കർത്താവിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് ദ മോസ്റ്റ് പവർഫുൾ റിസറക്ഷൻ ഓഫ് ഹോപ്പ് ആൻഡ് റിന്യൂവൽ, ഇടിവെട്ട് ടൈറ്റിലൊക്കെ കൊടുത്താൽ പുള്ളി ഇട്ടിരിക്കുന്നത്. പിന്നെ പുള്ളിക്കുള്ള മറുപടി താഴെ കമൻറ്റ് ബോക്സിൽ ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. ടിനി ടോമിന് വേണമായിരുന്നെങ്കിൽ ഇന്നത്തെ ഗോസ്പൽ കൂടി അങ്ങോട്ട് ചേർത്ത് ഇടാമായിരുന്നു. വഴിതെറ്റിപ്പോയ ആടിൻ്റെ ഉപമയാണെന്ന്, വഴിതെറ്റിപ്പോയ ആടിൻ്റെ കൂടെയാണ് കർത്താവ്, സ്വർഗ്ഗമൊക്കെ സന്തോഷിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റും കൂടി ഇടായിരുന്നു. പിന്നെ ഈ ഗോസ്പലിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു വരിയും കൂടി വായിക്കണം. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇത് വഴിതെറ്റിപ്പോയവർക്കുള്ള കംഫർട്ട് മാത്രമല്ല, ക്ലിയർലി ഇതൊരു വാണിങ്ങും കൂടിയാണ്. ആർക്ക്? വേട്ടക്കാർക്ക് ഇതിലുള്ള വാണിങ്ങാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, ഈ ചെറിയവരെ തൊട്ടുപോരുത്. ഈ ചെറിയവരെന്ന് പറഞ്ഞാൽ ആരാണ്? ഇരകളാണ്. അപ്പോൾ ദൈവം എന്താ പറയുന്നത്? എൻ്റെ പിള്ളേരെ തൊടരുത്. ശക്തമായ വാണിങ്ങാണ്, എൻ്റെ പിള്ളേരെ തൊടരുത്. ഞാൻ ഇരയുടെ കൂടെയാണ്, വേട്ടക്കാരൻ്റെ കൂടെ അല്ല.